ഇടത്തെ ചെവി ഒരിത്തിരി ചെറുതാട്ടോ. അതെ അതെ അതെ. പിന്നെ മൂക്ക് എങ്ങനെയാന്ന് അറിയണമെങ്കിൽ ഈ മൂക്കിലോട്ട് നോക്കിയാ ഓ മതി. പിന്നെ കണ്ണും പിരിയും മാഷപ്പോലെ തന്നെയാ. പിന്നെ എന്തെങ്കിലും കള്ളത്തരം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മാഷയുടെ കൂട്ടൊരു കള്ള നോട്ടവും ഉണ്ട്. നല്ല നെറ്റിയുണ്ടായിരുന്നു. ഈ മുടി ഇങ്ങനെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ മുതുകിലൊരു മറുകുണ്ടായിരുന്നു. മുതുകിലെ മറുക എങ്ങനെയാ മോളെ പടത്തി വരയ്ക്കുന്നേ? അതിനെന്താ, ഒരു കറുത്ത കുത്തിട്ടാ പോരെ? ഇവിടെ റെസ്റ്റ് ഞാനിപ്പോ വരാം. അല്ല എന്താ ഇത്? മാഷിനെ പഠിപ്പിക്കാൻ വേറൊരു മാഷോ? ആരാ മാഷ ഈ പുതിയ മാഷ്? ഉണ്ണിയുടെ പടം വരയ്ക്കാമെന്ന ആളാ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? ഓ ആളാണ് ആർട്ടിസ്റ്റ്. അവന്റെ മോശമായ വല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. പഴയ കൂട്ടുകാരനല്ലേ? ആർട്ടിസ്റ്റേ, ഒരു കാര്യം ഞാൻ പറയാം. അവന്റെ മുഖം ചേച്ചിയെ പോലെയോ മാഷിനെ പോലെയോ അല്ലായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. പിന്നെ താടി ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്കും ഉണ്ടായിരുന്നില്ല. സിഗരറ്റ് വലിക്കൂ? ഏയ്, സിഗരറ്റ് പോയിട്ട് ഒരു ചരട് പോലും അവൻ വലിക്കില്ല. അവിടെ 8 വയസ്സല്ലേ പ്രായമുള്ളൂ. അതല്ല, നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ചോദിച്ചത്. എനിക്കൊന്നും വേണം. വെരി സോറി. കല്യാണം പ്രമാണിച്ച് എല്ലാ ചീത്ത സ്വഭാവങ്ങളും ഞാൻ നിർത്തിവെച്ചിരിക്കുകയാണ്. ആ മാഷേ, കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഒന്ന് മാറി ഒന്ന് മാറി. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി? അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞത്? അല്ല, എന്റെ ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ അവനും ഇപ്പൊ പെണ്ണാലോചിക്കേണ്ട സമയമായിരുന്നില്ലേ? അവനും ഈ ലോകത്തൊരു പെണ്ണ് കാണുമല്ലോ. അവള് ബാക്കിയുള്ളവളാണെങ്കിൽ ഉണ്ണി തിരിച്ചു വരും. തിരിച്ചു വരും മാഷേ. ആ മാഷിന്റെ മോളും മരുമോനും മന്നുണ്ട്. ഒരു കുടുംബകലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം.